ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇത്തിരി വൈകിപ്പോയി എഴുന്നേറ്റത്. എന്നാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ രാവിലെ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായക്ക് ഞങ്ങൾക്ക് ഇന്ന് ഉപ്പുമാവും പപ്പടവും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പുമാവും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വെക്കണം. കറിക്ക് നമുക്കിന്ന് കിട്ടിയേക്കണത് പോട്ടിയാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ അതേ പോട്ടി ഇന്ന് നമുക്ക് വറുത്തരച്ച് വെക്കാം. അപ്പോൾ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പോട്ടി ഒന്ന് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണേണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ മാത്രമല്ല കേട്ടോ, പച്ചവെള്ളത്തിലും കൂടി കഴുകിയിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞാൻ പച്ചവെള്ളത്തിലിട്ട് കഴുകി ഇതേ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതേ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് നന്നായിട്ട് കുഴച്ചിങ്ങനെ ഇതാക്കൂലേ, തിരുമ്മുന്നാ പറയുക. നന്നായിട്ട് തിരുമ്മി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പച്ചക്കായ അരിഞ്ഞെടുത്ത് ഒരു 3 പച്ചക്കായ എടുത്ത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ മസാല പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട്. മറ്റേ പൊടിക്കണ മസാലയില്ലേ, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ നമ്മുടെ പോട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പച്ചക്കായും മറ്റേ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണേന്ന്. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കായ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പോട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളിയും വേപ്പിലയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പൊടിയൊക്കെ എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പൊടിച്ച് വെച്ചേക്കണ മസാലയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും അത് ഇച്ചിരി കൂടി നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്തിരി മൂക്കാനുണ്ട്, കുറച്ചും കൂടി ഇങ്ങനെ മൂക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടുമല്ലോ, നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ട് തേങ്ങ മൂത്തിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലക്കൂട്ട് ഞാൻ തേങ്ങ അരച്ച് വെച്ച കൂട്ട് ഞാൻ പൊട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ കുറവുള്ളായിരുന്നു ഞാൻ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇത്തിരി കൂടി വേപ്പിലയും കൂടി ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്ത്. അപ്പോൾ പോട്ടി നല്ല സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടിക്കറി വറുത്തരച്ച് വെച്ച പോട്ടിക്കറി റെഡി. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചേട്ടനും അമ്മയൊക്കെ നേരത്തെ ചോറ് കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ മാത്രം കഴിക്കാനുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ കഴിക്കുന്നതാണ്. അപ്പോൾ വറുത്തരച്ച പോട്ടിക്കറിയും പിന്നെ ഉച്ചക്കാലത്തെ കാലത്തത്തെ കോവയ്ക്കയും ചെമ്മീനും കൂടി ഒലത്തിയതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചത് കൊണ്ട് പറയണല്ല കേട്ടോ. പോട്ടിക്കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കല്ലേ.